ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൂവിയാണ് കൂലി എന്ന് പറയുന്നത്. ഒത്തിരി വെയിറ്റ് ചെയ്യുന്ന മൂവീസ് നോർമലി ഡിസപ്പോയിന്റ് ചെയ്യുകയാണ് മോസ്റ്റ് ഓഫ് ദ ടൈമും. സോ ഇവിടെ ഒരു ഡിസപ്പോയിന്റ്മെന്റോ അല്ലെങ്കിൽ നേരെ ഒരു തമിഴ് സിനിമയിൽ നിന്ന് അതുപോലെ അനുഭവമോ ആയി മാറാത്തതാണ് ഈ ഒരു കൂലിയുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂലി കുറേയൊക്കെ വർക്കൗട്ട് ആവുന്നില്ല എങ്കിൽ പോലും ചിലയിടങ്ങളിൽ സിനിമ മൊമെന്റം കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു തഗ് ലൈഫ് അല്ലെങ്കിൽ മറ്റേ നേരത്തെ ഇറങ്ങിയ തമിഴ് ഗോട്ട് അതുപോലെ അത്രയും അതുപോലെ മോശം അനുഭവമായി മാറുന്നില്ല. ചില മൊമെന്റ്സ് ഒക്കെ അത്യാവശ്യം സിനിമയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. സിനിമയുടെ സ്റ്റോറി ലൈനും അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേയുമാണ് സിനിമയെ വീക്ക് ആക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ വർക്കൗട്ട് ആവാത്തതിന്റെ വേറൊരു റീസൺ, സോ ഈ സിനിമ ചുറ്റിപ്പറ്റുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. സോ ആ ഒരു കോൺഫ്ലിക്റ്റ് ഓഡിയൻസിന്റെ അടുത്ത് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരു ഇമോഷണൽ കണക്ഷൻ മിസ്സിംഗ് ആണ്. കുറെ കണക്ഷൻസ് സിനിമയിൽ മിസ്സിംഗ് ആണ്. കുറെ സംഭവം ഇങ്ങനെ നടക്കുന്നു, പിന്നെ അങ്ങോട്ട് അങ്ങനെ നടക്കുന്നു. സോ അങ്ങനെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് പലയിടങ്ങളിലും മിസ്സിംഗ് ആണ്. സെക്കൻഡ് ഹാഫിൽ വരുന്ന കുറെ എലവേഷൻസ് സംഭവങ്ങളൊക്കെയാണ് സിനിമയെ കുറെയൊക്കെ പിടിച്ചു നിർത്തുന്നത്. അതാണ് ഈ ഒരു സിനിമയുടെ പ്രശ്നം. ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ആവറേജ് അനുഭവം അല്ലാതെ അതിൽ കൂടുതൽ ഒരു നല്ലൊരു എബോവ് ആവറേജ് അനുഭവം തരാൻ പറ്റാതെ പോയ ഒരു മൂവിയാണ് കൂലി. സോ ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും വേസ്റ്റ് മൂവിയല്ല, ലിയോയാണ് അത്യാവശ്യം ഒരു വേസ്റ്റ് മൂവി ആയിട്ട് തോന്നിയത് ലോകേഷിന്. അതാണ് കൂലി. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം.